ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതിൻ്റെ എലമെൻസും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ യൂണിറ്റിൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ എന്നാണ് അർത്ഥം. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നടക്കാത്ത അതിനെ തടസ്സപ്പെടുത്തുന്ന കുറച്ച് ഘടകങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. നമുക്കിത് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അതിലാദ്യം കാണുന്ന ഒരു പാരഗ്രാഫ് ഇതാണ്. 2 പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളോട് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറയാണ്. പിക്ചർ ദിസ്, എ സ്പൈസ് മാർക്കറ്റ് ഇൻ ആൻഷ്യന്റ് മുസിരിസ് കേരള. ഈ വിപണന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടൗണിനാണ് നമ്മൾ മുസിരിസ് എന്ന് പറയാം, മാർക്കറ്റ്. Traders from Arabia, China and Rome then gesticulate widely, trying to haggle over pepper and cardamom. ആളുകൾ ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് ഈ എന്താ പറയാ, നമ്മുടെ സ്പൈസസ്, പെപ്പറും കാടമും കുരുമുളകൊക്കെയാണ് നമ്മുടെ സ്പൈസസ് എന്ന് പറഞ്ഞത്. അറേബ്യക്കാര് വന്ന് കച്ചവടം ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അവിടെ വന്നിട്ട് അവര് അതിനെ വില പേശി വാങ്ങുന്ന ഒരു അവസ്ഥ, ഒരു ചിത്രം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. A Tamil merchant struggles to understand the Greek buyer's accent. ഒരു തമിഴ് കച്ചവടക്കാരൻ ഗ്രീക്ക് കസ്റ്റമറെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. Near the talks, a scribe carefully etches Malayalam script into palm leaves according the day transactions. ഒരാൾ അവിടെ ഇരുന്നിട്ട് കുറെ കണക്കുകൾ ഇങ്ങനെ എഴുതി വെക്കുന്നു. Meanwhile, the Western Ghats drum beats echo through valleys. അത് വെറുതെ ഒരു പ്രാസൊപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഒരുപാട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. അവർ ഒരു കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. ഒരു കണക്കിന് ലാംഗ്വേജ് ഒന്നും ഇല്ലെങ്കിൽ പോലും പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരും കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് സംസാരിക്കും. അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെ, നമുക്ക് ലാംഗ്വേജ് നന്നായിട്ട് അറിയണം എന്നില്ല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തടസ്സം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരുത്താനാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ ശ്രമിക്കുന്നത്. എന്തായാലും അത് സിവിലൈസേഷൻ ഗ്രൂ, ട്രേഡ് നെറ്റ്വർക്ക് എക്സ്പാൻഡ്. പണ്ടത്തെ പോലെയുള്ള കച്ചവടം അല്ല ഇപ്പോ. അന്ന് നമുക്ക് ഈ വന്ന ആൾക്കാരോട് ആംഗ്യ ഭാഷയിലോ മറ്റോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഇന്ന് അത് പറ്റില്ല. ഇന്ന് അതിനേക്കാൾ വലിയ വൻതോതിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നു. അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ഒരു സംഗതിയാണ്. അവിടെ നമ്മളൊരു പ്രത്യേക ലാംഗ്വേജ്, വേർഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. അല്ലാതെ കമ്മ്യൂണിക്കേഷന് നമ്മൾ മറ്റു പല മാർഗങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് ജസ്റ്റ് പറയുന്ന ഒരു പാരഗ്രാഫാണ്. അത് ചുമ്മാ ഒന്നിങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എക്സാമിന് വരുന്ന കാര്യങ്ങളൊന്നും അല്ല. എന്നിട്ടാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സ് ഉണ്ട്, കുറച്ച് തടസ്സങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷന്. ഒരാളിലേക്കുള്ള ആശയം മറ്റാളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അത് പലപ്പോഴും വിചാരിച്ച പോലെ എത്താറില്ല എന്നർത്ഥം. Effective communication is essential for successful interactions, whether in personal relationships, education, business, or any field academic collaboration. ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ വേണം എന്നർത്ഥം.
അതിൻ്റെ അപ്പുറത്ത് അച്ചീവിങ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇസ്ന്റ് ഓൾവേസ് ഈസി ഡ്യൂ ടു വേരിയസ് ബാരിയേഴ്സ്. ധാരാളം തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പമല്ല. എന്താണ് ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ വരാറുണ്ട്. അത് കമ്മ്യൂണിക്കേഷന്റെ മെസ്സേജസിനെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് എന്ന് പറയുന്നത്, തടസ്സങ്ങൾ. അത് തടസ്സങ്ങൾ പല രീതിയിലുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നോട്ട്സ് ഓൾറെഡി നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോട്ട് ചെയ്താനൊന്നും നിൽക്കണ്ട കേട്ടോ, ജസ്റ്റ് വാച്ച് ചെയ്താൽ മാത്രം മതി. സം ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്? ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒരു തടസ്സം ഇതാണ്, psychological barrier. A person's mental state can influence how they receive and interpret information, loading, selective listening, or resistance to certain messages. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണോ അതനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ വിജയിക്കുക അല്ലെങ്കിൽ മനസ്സിലാവുക. നിങ്ങൾ വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു ഹാപ്പി കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ അഫക്റ്റ് ചെയ്യും? ഇല്ല. നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ പരിസരത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയും ഓവറായിട്ട് ടെൻഷൻ ഉണ്ടാവും. അതിനെ പറഞ്ഞത് ഇതൊരു സൈക്കോളജിക്കൽ ബാരിയർ ആണ്. അപ്പോൾ എന്തിനാ നമ്മളിത് പഠിക്കുന്നത്? നമ്മളൊരു പക്ഷേ ടീച്ചറാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ആളാവാം. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരാൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ ചെയ്യാറുണ്ട്, ചില കുട്ടികൾ പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് അവരെ ഫയർ ചെയ്യും, നമ്മൾ ചീത്ത പറയും, ചിലപ്പോൾ അടിക്കും. അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടോ നമ്മൾ അറിയണം. അതിനാണ് ഇങ്ങനെ ഒരു ബാരിയേഴ്സ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ മെന്റൽ സ്റ്റേറ്റ് എന്താണോ അതനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ വിജയിക്കുന്നത്. എന്നാൽ കമ്മ്യൂണിക്കേഷന്റെ മീനിങ് തന്നെ നമ്മൾ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആശയങ്ങൾ കൈമാറുകയും നിങ്ങൾ അത് മനസ്സിലാക്കുകയും നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവൂ. മാനസികമായിട്ട് തളർന്ന ഒരു വ്യക്തി നമ്മൾ പറയുന്നത് കേൾക്കുകയോ പ്രവർത്തിക്കുകയോ അതിന് പ്രതികരിക്കുകയോ ചെയ്യുകയില്ല. അപ്പൊ അതൊരു തടസ്സമാണ് കമ്മ്യൂണിക്കേഷന് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. അത് സൈക്കോളജിക്കൽ ബാരിയർ ആണ്. വേറെ ഒരു ബാരിയറാണ് ഇമോഷണൽ ബാരിയർ. എന്താണ് ഇമോഷണൽ ബാരിയർ? ഇത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇമോഷണൽ ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആർ internal factors that prevent people sharing their thoughts and feelings openly, often resulting in misunderstanding or conflicts. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ ടെൻഷൻ അല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ അല്ലെങ്കിൽ സന്തോഷമാവാം, ഇതിനൊക്കെ നമുക്ക് ഇമോഷൻ എന്ന് പറയാം. ഈ ബാരിയർ ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല മനസ്സിലാവുക. എന്താണ് ഫിയർ ആൻഡ് ആങ്സൈറ്റി, ആങ്കർ, സ്ട്രെസ് ആണ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സ്ട്രെസ് ആൻഡ് ഫാറ്റീഗ്. ക്ഷീണം, സ്ട്രെസ് ഉണ്ടാവുക, ദേഷ്യം ഉണ്ടാവുക, ഇങ്ങനെയുള്ള സമയത്തൊന്നും കമ്മ്യൂണിക്കേഷൻ നന്നായി നടക്കുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കൂല എന്ന് പറഞ്ഞാൽ ഈ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ ബാരിയർ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇമോഷണൽ ബാരിയർ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫിയർ, ആങ്സൈറ്റി, ആങ്കർ ഇതൊക്കെ കാണിക്കാം.
നേരത്തെ നമ്മൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഫിസിയോളജിക്കൽ ബാരിയറാണ്. രണ്ടും മാറിപ്പോകരുത്. ഫിസിയോളജിക്കൽ എന്നാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഫിസിക്കലി ശാരീരികമായിട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളാവാം. എക്സാമ്പിൾ, ഹിയറിംഗ് ഇമ്പയർമെന്റ്. നന്നായിട്ട് ചെവി കേൾക്കാത്ത ആളാണ് വിചാരിക്കുക, നല്ല രീതിയിൽ ചെവി കേൾക്കില്ല. അങ്ങനെയുള്ള ആൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയറാണ്. ദെൻ സ്പീച്ച് ഡിഫിക്കൽറ്റി, നന്നായി സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ. ദെൻ ഇൽനെസ്, എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവിടെ ഒരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫിസിക്കൽ കണ്ടീഷൻ can limit one's ability to send or receive information accurately. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്. ഈ ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ദീസ് ബാരിയേഴ്സ് can help adopting strategies to overcome them. എന്തിനാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? ഇതിനെ തരണം ചെയ്യാൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയിലോ കമ്പനിയിലോ ഇതേപോലെയുള്ള ബാരിയർ ഉള്ള ഒരാൾ വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഈ ബാരിയറിനെ കുറിച്ച് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഫിസിയോളജിക്കൽ ബാരിയർ നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളാണ്. കൾച്ചറൽ ബാരിയേഴ്സ്. കൾച്ചർ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുമോ? നമുക്കൊരു പറയാനുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് പറയുന്നത് കൾച്ചർ എങ്ങനെ ബാധിക്കും? ഡിഫറൻസസ് ഇൻ കൾച്ചർ, നോംസ്, വാല്യൂസ് ഓർ ബിഹേവിയേഴ്സ്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അതായത് misunderstandings may rise a communication don't share or understand each other cultural context, like body language or indirect communication style, etc. കൾച്ചർ അനുസരിച്ച് സംസാരത്തിന്റെ ശരിക്കും നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ സ്റ്റേറ്റിലും ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തൊക്കെ സംസാരത്തിന്റെ സ്ലാങ്ങിൽ വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെ കൾച്ചറിലും സംസാരത്തിന്റെ കൾച്ചറിലും വ്യത്യാസം വരും, കമ്മ്യൂണിക്കേഷന്റെ കൾച്ചറിൽ വ്യത്യാസം വരും. ചില വാക്കുകൾ നല്ല വാക്കുകളായിരിക്കും, ആ നല്ല വാക്ക് മറ്റൊരു സ്ഥലത്ത് മോശപ്പെട്ട വാക്കായിരിക്കും. ചില ബോഡി ലാംഗ്വേജ് ഒരു സ്ഥലത്ത് നല്ലതായിരിക്കും, മറ്റൊരു സ്ഥലത്ത് മോശപ്പെട്ട ലാംഗ്വേജ് ആയിരിക്കും, ബോഡി ലാംഗ്വേജ് ആവാം. അത് കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ കൾച്ചറൽ ബാരിയേഴ്സ്, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം ആ പ്രദേശത്തെ കൾച്ചർ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ആളുകൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് നമ്മൾ പറയുന്ന അതേ കാര്യം അതേപോലെ മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കാതെ വരും അവിടെ കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ. ഫിസിക്കൽ ബാരിയേഴ്സ്, നേരത്തെ നമ്മൾ ഫിസിയോളജി പറഞ്ഞു, അത് നമ്മുടെ ശാരീരികമാണ്. ഇതല്ല, മൊത്തത്തിലുള്ള പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നോയിസ് ഉണ്ടാകുമ്പോൾ ബഹളം ഉണ്ടാവുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവില്ല. ദൂരം കൂടുതലാണ്, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആവില്ല. ദെൻ പോർ എക്യുപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ എക്യുപ്മെന്റ്സ് ആവശ്യമാണ്, ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റും മറ്റൊക്കെ ആവശ്യമാണ്. ആ സാധനങ്ങൾ ഇല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവില്ല. ഓർ അൺകംഫർട്ടബിൾ എൻവയൺമെന്റ്, ഒരു പ്രദേശത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയ സാഹചര്യം അല്ലാതെ വരിക, ഇതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സിൽ പെടും. അപ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് അത് തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ്. പിന്നെ ഓർഗനൈസേഷൻ, നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ചില സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിക്കേഷന് തടസ്സങ്ങൾ ഉണ്ടാവാം. അതായത് കമ്പനികളിലും സ്ഥാപനങ്ങളിലൊക്കെ സംഘടനകളിലൊക്കെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. എന്താണ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ്? ഒരു കമ്പനിയിലെ മാനേജർക്ക് അയാളുടെ അസിസ്റ്റന്റ് മാനേജർ, അതിന്റെ താഴെ സൂപ്പർവൈസർ, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. മാനേജർക്ക് അസിസ്റ്റന്റ് മാനേജറോട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് നേരിട്ട് പുറത്തൊരാളോട് പോയിട്ട് സംസാരിക്കാനോ തൊഴിലാളികളുമായിട്ട് മാനേജർക്ക് സംസാരിക്കാനോ പറ്റില്ല. അത് ഓർഗനൈസേഷണൽ ബാരിയർ ആണെന്ന് പറയാം. ഇത് സാധാരണ കമ്പനികളിലും വർക്ക് പ്ലേസിലൊക്കെ സംഭവിക്കുന്ന ഒരു ബാരിയർ ആണ്. നമുക്ക് നല്ല രീതിയിൽ ഫ്ലോ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല. ലാംഗ്വേജ് ബാരിയേഴ്സ്, പല സ്ഥലത്തും ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്. ഡിഫറെന്റ് ലാംഗ്വേജ് കൂടാതെ തന്നെ
ജാർഗൺ ഡയലക്ട്സ് ഉണ്ട്. ചില വാക്പ്രയോഗങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്ന പോലെ. പഴഞ്ചൊല്ലുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചില വാക്കുകൾ ചില പ്രദേശത്തേക്ക് മാത്രമുള്ളതാണ്, അവിടെ മാത്രം അറിയപ്പെടുന്നതും ഉപയോഗിക്കുന്നതും ആയിരിക്കും. അതിനെ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ്, അതിന്റെ പോയിന്റ്സ് മാത്രം നോക്കി വെക്കുക. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്തിട്ട് ഈ 7 പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അടുത്ത ടോപ്പിക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സിൽ വരുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? Formal communication is a structured professional exchange of information as follows the predefined rules, protocol and hierarchies within the organization. ഏതെങ്കിലും ഒരു കമ്പനിയിലോ മറ്റോ ഔദ്യോഗികമായ രീതിയിലും റൂൾസും പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. മാനേജർ താഴെയുള്ള സൂപ്പർവൈസർക്ക് ഒരു മെസ്സേജ് അയക്കാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന നേരിട്ട് വന്ന് സംസാരിക്കുകയല്ല ചെയ്യുക. മാനേജർ അസിസ്റ്റന്റ് മാനേജറുടെ പെർമിഷനോട് കൂടി അല്ലെങ്കിൽ അവിടേക്ക് ലെറ്റർ അയച്ചു, ആ ലെറ്റർ അതിൻ്റെ താഴെയുള്ള സൂപ്പർവൈസർക്ക് അയച്ചു. അങ്ങനെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. മലയാളത്തിൽ ഇതിനെ ഔപചാരിക ആശയവിനിമയം എന്നാണ് പറയുക. ഫോർമൽ കുറച്ച് ഒഫീഷ്യൽ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അത് 4 വിധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും, അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനും, ഡയഗണൽ കമ്മ്യൂണിക്കേഷനും. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാനിവിടെ പോയിന്റ്സ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ മുകളിൽ നിന്ന് താഴോട്ടുള്ളതാണ്. അതായത് ഇതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. മുകളിൽ നിന്ന് താഴോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഒരു സംഘടനയിൽ? ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവിന് വേണ്ടി. ലൈവിലുണ്ടോ? ഓക്കെ. ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും? ഉന്നത മാനേജ്മെന്റ് താഴെയുള്ള മാനേജർമാർക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഫോർമൽ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഔപചാരികമായ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ സംഘടനയിൽ ഏറ്റവും കൂടുതൽ ഉന്നത മാനേജർമാരായിരിക്കും ഉണ്ടാവുക, താഴെ തൊഴിലാളികളായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പോ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയാം. മൈക്ക് ഓഫ് ചെയ്തോളൂ. താഴ്ന്ന തലത്തിൽ നിന്ന് മുകളിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ആശയവിനിമയങ്ങൾ അയക്കുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നേരെ ലെവലിൽ പോകുന്ന കമ്മ്യൂണിക്കേഷനാണ് ഹൊറിസോണ്ടൽ എന്ന് പറയാ. അതായത് നേരെ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ എന്താണ് പ്രത്യേകത? അപ്പൊ മാനേജ്മെന്റിന് ഒരു രൂപമുണ്ട്. മാനേജ്മെന്റിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു പിരമിഡ് പോലെയാണ്. ടോപ്പില് മാനേജറും അതിന്റെ താഴെ ഡിപ്പാർട്ട്മെന്റൽ മാനേജർമാരാണ് വരിക. ആ ഡിപ്പാർട്ട്മെന്റൽ ഒരേ ലെവലിൽ വരുന്ന, ഒരേ പദവിയിൽ വരുന്ന ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് കോണോട് കോണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചെരിഞ്ഞു പോകുന്ന. ഒരു ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ തൊഴിലാളികളോട് സംസാരിക്കുക,
അതിനെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്താ, ഇതിനെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല, ഇതിന് നോട്ട് നിങ്ങൾക്ക് കിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഓക്കെ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അനൗപചാരിക കമ്മ്യൂണിക്കേഷൻ ആണ്. Informal communication is the casual and spontaneous exchange of information that happens naturally between the people. നമ്മൾ നേരത്തെ പറഞ്ഞു, മാനേജർ തൊഴിലാളിക്ക് ഒരു മെസ്സേജ്, ഒരു കത്ത് അയക്കണം എന്ന് വിചാരിച്ചാൽ അത് എങ്ങനെയാണ് അയക്കുക? ആദ്യം അസിസ്റ്റന്റ് മാനേജർ ഒരു ലെറ്റർ കൊടുക്കണം. ആ ലെറ്റർ അസിസ്റ്റന്റ് മാനേജർ അടുത്ത ആൾക്ക് കൊടുക്കും, അതായത് സൂപ്പർവൈസർ കൊടുക്കും. സൂപ്പർവൈസർ അത് തൊഴിലാളികളെ ഏൽപ്പിക്കും. അങ്ങനെയാണ്. അതെന്ത് ലെറ്റർ ആയിരിക്കും? ബിസിനസിനെ കുറിച്ചോ മറ്റുള്ള ജോലിനെ കുറിച്ചൊക്കെയുള്ള ലെറ്റർ. നേരെ മറിച്ച് നമുക്ക് ഒഫീഷ്യൽ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വിചാരിക്കുക. അതിന് ഇതേപോലെ ഇപ്പോൾ ജസ്റ്റ് അവിടുത്തെ സ്റ്റാഫിന്റെ കല്യാണം ഉണ്ട്. കല്യാണ കത്ത് എന്ത് ചെയ്യണം? ആദ്യം സൂപ്പർവൈസറെ ഏൽപ്പിച്ച് സൂപ്പർവൈസർ ഒപ്പിട്ടിട്ടത് അങ്ങനെ പോകണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. അപ്പോൾ കമ്പനിയിലും സംഘടനയിലും എല്ലാം ഇതേപോലെയുള്ള ഒരു അവസരം കൊടുക്കും. എല്ലാം ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇൻഫോർമലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും, ഔപചാരികത ഇല്ലാതെ. അതിനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ടോ മറ്റുണ്ടെങ്കിൽ ചോദിക്കാം. അൺലൈക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ പേഴ്സണൽ ആൻഡ് ഫ്ലെക്സിബിൾ, helping to build a relationship. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഫ്ലെക്സിബിൾ ആണ്, അത് ബന്ധങ്ങൾ കുറച്ചും കൂടെ നന്നാക്കും എന്നാണ്. നമ്മളെപ്പോഴും ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്ന ബന്ധങ്ങൾ ഉണ്ടാവുന്നില്ല. കുറച്ച് ഇൻഫോർമൽ ആയിട്ടും സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് ആണ്. എറ്റിക്കറ്റ്സ് എന്താണ്? എറ്റിക്കറ്റ്സ് നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? എറ്റിക്കറ്റ്സ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്ന് പറയാം. എറ്റിക്കറ്റ്സ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തായിരുന്നു? ആരെങ്കിലും ഒന്ന് പറയോ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എറ്റിക്കറ്റ്സ് അറിയില്ല സർ. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ മര്യാദ എന്നാണ് അർത്ഥം. എന്തിനും ഒരു മര്യാദയുണ്ട്, സംസാരത്തിനും ഒരു മര്യാദയുണ്ട്. ഇനി നമ്മളും ഇതൊക്കെ പാലിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിഗ്രി ഹോൾഡർ ആവുന്നതോടുകൂടി അതിന്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പൊ കുറച്ച് മര്യാദയും കാണിക്കണം. കമ്മ്യൂണിക്കേഷന് മര്യാദയുണ്ട്. എന്താണത്? കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് റെഫേഴ്സ് ടു സെറ്റ് ഓഫ് സോഷ്യലി ആക്സെപ്റ്റഡ് ബിഹേവിയേഴ്സ്. സമൂഹം അംഗീകരിക്കുന്ന കുറച്ചു സെറ്റ് ഓഫ് ബിഹേവിയർ ആണ്. ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് ഹെൽപ്പ് എൻഷുർ റെസ്പെക്റ്റ്ഫുൾ. നമുക്ക് അപ്പോഴേ ബഹുമാനം കിട്ടുള്ളൂ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നാവുള്ളൂ ഈ എറ്റിക്കറ്റ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കണം. അത് എന്തൊക്കെയാണ്? ഇത് എൻകംപാസസ് വെർബൽ ആൻഡ് നോൺ വെർബൽ പ്രാക്ടീസസ് ദാറ്റ് ഷോ കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രിവെന്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ടോ തല്ലുകൂടുന്നത് കമ്മ്യൂണിക്കേഷന്റെ എറ്റിക്കറ്റ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. വെറുതെ ചടപടാൻ സംസാരിക്കാൻ പാടില്ല. ഒരു ഡിബേറ്റ് നടക്കുകയാണ്, ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എവിടെ നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത്? നമുക്ക് ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമറിന്റെ ബേസിക് ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ നമുക്ക് ബോഡി ലാംഗ്വേജിനെ കുറിച്ചും സംസാരിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. നാളെ നമ്മൾ അതിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ബേസിക് ഗ്രാമറിന്റെ ബേസിക് തുടങ്ങാം. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, അന്ന് 2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
സൺഡേസിലാണ് ഉണ്ടാവുക. നാളെ തൽക്കാലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഈ സൺഡേ എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ എറ്റിക്കറ്റ്സിൽ സംസാരത്തിന്റെ രീതി മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. ഇനി ഹിയർ ആർ സം എസെൻഷ്യൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ്. ഇവിടെ നമ്മൾ കുറച്ച് കമ്മ്യൂണിക്കേഷൻ മര്യാദകൾ പറയാൻ പോവുകയാണ്. ദാറ്റ് ഹെൽപ്സ് പ്രൊമോട്ട് റെസ്പെക്ട്, ക്ലാരിറ്റി ആൻഡ് പോസിറ്റീവ് ഇന്ററാക്ഷൻ. അപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ എറ്റിക്കറ്റ് ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒന്ന്, റെസ്പോണ്ടിങ് ക്വിക്ക്ലി. കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാരുണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മര്യാദയല്ല. മര്യാദ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ശരിക്കും കമ്മ്യൂണിക്കേഷന്റെ ബോഡി ലാംഗ്വേജിന്റെ മറ്റിലൊക്കെ പറയുന്നുണ്ട്. ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെക്കണം. ഫോണിൽ നോക്കേ അങ്ങനെ ഒന്നും. ഇപ്പൊ എനിക്ക് ചിന്തിക്കാൻ പറ്റും, നിങ്ങളുടെയൊക്കെ കയ്യിൽ നിങ്ങളിപ്പോ ഫോണിലാണ് ക്ലാസ് കാണുന്നത് ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ പല കോളേജിലും ക്ലാസ്സിലൊക്കെ കാണുന്നുണ്ട്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഫോണിൽ നോക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് മൾട്ടി ടാസ്കിങ് എന്നാണ് പറയാം. അങ്ങനെ മൾട്ടി ടാസ്കിങ് ആയിട്ടിരിക്കാൻ പാടില്ല. ആരാണെന്താണോ പറയുന്നത് അത് ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് പ്രതികരിക്കണം. പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ റെസ്പോണ്ട് ചെയ്യുക. എന്താണോ പറഞ്ഞത് അത് ചെയ്യണം എന്നാണ്. നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യരുത്. ദെൻ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് പബ്ലിക്ലി. നമുക്ക് പലർക്കും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ, നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കിഷ്ടമായി, നീ ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ അവനൊന്ന് അഭിനന്ദിക്കുക. അത് ഓപ്പൺ ആയിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അത് സംസാരത്തിന്റെ ഒരു എറ്റിക്കറ്റ് ആണ്, കമ്മ്യൂണിക്കേഷന്റെ എറ്റിക്കറ്റ് ആണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് നമ്മൾ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ ഒരു സന്തോഷം കാണിക്കുക. അതായത് നമ്മൾ മനുഷ്യന്മാര് പൊതുവെ മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരല്ല. നമുക്കൊക്കെ പലപ്പോഴും പലരോടും വെറുപ്പും ദേഷ്യം വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കുക. നമുക്ക് ഇപ്പോഴേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ല. ചിലപ്പോൾ നമ്മുടെ സംസാരം തന്നെ സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സംസാരം സ്റ്റോപ്പ് ആവും പലർക്കും. ഇന്ന് പലർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് സംസാരിക്കാനും കേൾക്കാനും സംസാരിക്കാനുള്ള കഴിവ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. നല്ലത് പറഞ്ഞാൽ അഭിനന്ദിക്കുക. ചീത്ത പറഞ്ഞാൽ അത് ചീത്തയാണെന്ന് പറയാൻ നിൽക്കണ്ട. നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ മതി. അതായത് നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാവും, നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച്, അനിയന്മാരെ അനിയത്തിമാരെ കുറിച്ച്, ഉമ്മമാരെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പരാതികൾ നമുക്കുണ്ടാവും. പക്ഷെ അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ പലപ്പോഴും വരാറില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ അഭിനന്ദിക്കാൻ പറ്റണം. അപ്പോൾ ശരിക്കും എല്ലാ ബന്ധങ്ങളും നന്നാവും. തെറ്റ്, ചീത്തമായുള്ള കാര്യങ്ങളും തെറ്റും എന്താ പറയാ അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും. അത് വിട്ട് കളയാം. ഇൻഫോമിങ് അതേഴ്സ്, അപ്പോളജൈസിങ് പബ്ലിക്കലി. ഇതും വളരെ നല്ല ഒരു എറ്റിക്കറ്റ് ആണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് മാപ്പ് പറയുന്നത് നല്ലതാണ്. നമുക്ക് തെറ്റ് പറ്റിയോ പരസ്യമായിട്ട് പോയിട്ട് മാപ്പ് പറയാം. അത് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, തെറ്റിയതാണ്. അപ്പോ തെറ്റ് എല്ലാവർക്കും പറ്റും. തെറ്റ് അംഗീകരിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ചെയ്ത തെറ്റ് അംഗീകരിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. ചെയ്ത തെറ്റ് അംഗീകരിച്ചിട്ട് അതിന് മാപ്പ് പറയലാണ് ഏറ്റവും വലിയ പുണ്യം എന്നും നമുക്കറിയാം. സോ ഇൻഫോമിങ് അതേഴ്സ്, അപ്പോളജൈസിങ് പബ്ലിക്ലി. നമ്മൾ ആരെങ്കിലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ മറ്റോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുക. ഓക്കെ, അപ്പോളജൈസിങ് എന്നാണ് ക്ഷമ ചോദിക്കുക. ഡിസ്പ്ലേയിങ് പേഴ്സണൽ ഇന്റഗ്രിറ്റി.
നമുക്ക് നമ്മുടെ മനസ്സിൽ കുറെ ആൾക്കാരോട് വെറുപ്പുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മളെല്ലാവരും സ്നേഹിക്കാൻ, അല്ലെ? അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഒരാളെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ നമ്മളോട് വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ നമുക്കതൊരു വിഷമമാണ്. പക്ഷേ ചില ആളുകൾ കണ്ടിട്ടില്ലേ, എല്ലാവർക്കും ഭയങ്കര ആക്സസ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവം, എല്ലാവരും അയാളെ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ആവുന്നത് ഈ എറ്റിക്യൂറ്റ്സ് ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ആളുകളുമായിട്ട് എപ്പോഴും ഇങ്ങനെ ശണ്ട കൂടാതെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുക, അവരോട് യോജിച്ച് നിൽക്കാൻ, എന്ത് കാര്യത്തിലും അവരോട് യോജിച്ച് നിൽക്കാനുള്ള സ്വഭാവം കാണിക്കുക. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ബോഡി ലാംഗ്വേജ് ട്രിക്സ് ഉണ്ട് കുറച്ച്. അതിൽ പറയുന്നത്, സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അയാളുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കണം, അയാളുടെ കോൺവെർസേഷനിൽ എങ്ങനെ മുഴുകിയിരിക്കണം എന്നൊക്കെയാണ്. നമ്മളടുത്ത് ഒരാൾ സംസാരിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അയാൾ അത്രയും ആക്സസ് ചെയ്ത് അതിൽ മുഴുകിയിരിക്കാൻ പറ്റണം. അതൊരു 5 മിനിറ്റ് മതി. ഒരു അരമണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. സോ അതൊരു എറ്റിക്കറ്റ് ആണ്. ദെൻ റെസ്പോണ്ടിങ് റൈറ്റ് വേ ഈവൻ ടു ഡീക്ലൈൻ. റൈറ്റ് വേ ആണ് കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മൾ നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കുക. അതായത് ചില ആളുകൾക്കുണ്ട് നമുക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ നല്ല രീതിയിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് പറ്റില്ല എന്ന് തന്നെ പറയാം. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ. അതിന്റെ പേരിൽ അയാൾ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. ദെൻ കോംപ്ലിമെന്റിങ് അതേഴ്സ്, മറ്റുള്ളവരെ കോംപ്ലിമെന്റ് ചെയ്യുക. അത് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഭാഗമാണ്, കോംപ്ലിമെന്റ്. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ അനിയന്മാരെ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളൊക്കെ നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ട്. എന്തിന്? അവർ ചെയ്യുന്ന വൃത്തികേട്, അവർ ചെയ്യുന്ന കുരുത്തക്കേടുകളൊക്കെ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നമ്മൾ കുട്ടികളെ നന്നാക്കുക എന്നുള്ളത് വളരെ ഒരു വലിയ ടാസ്ക്കാണ്. എസ്പെഷ്യലി ഒരു ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കോളേജ് സ്റ്റുഡൻസിനൊക്കെ പലർക്കും വെറുപ്പാണ്. അത് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയാം. അത് എനിക്ക് തോന്നുന്നത് എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, അത് ഫാമിലിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ചീത്തയാക്കി വളർത്തുന്നത് അവരുടെ പാരൻസ് ആണ്. പല കുട്ടികളും ഇന്നുള്ള പല കുട്ടികളും, ന്യൂ ജനറേഷൻ കുട്ടികളും അവരുടെ പാരൻസിന്റെ അടുത്ത് നിന്ന് വഴക്ക് കേട്ട് മടുത്തിരിക്കുകയാണ്. അത് അവർ കോളേജിലും മറ്റും പുറത്തൊക്കെ കാണിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാതെ ചീത്ത കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുക. അപ്പോൾ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, ഒരു തത്വചിന്തകൻ ഫിലോസഫർ പറഞ്ഞ പോലെ സ്വർണം കണ്ടെത്തുക എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾ എന്നെ വിലയിരുത്താം, ഞാൻ നിങ്ങളെ വിലയിരുത്താം. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് സ്വർണം കണ്ടെത്തുക എന്നാണ്. എന്താണ് ഈ സ്വർണം കണ്ടെത്തുക? ഫൈൻഡ് ദി ഗോൾഡ്. ഒരല്പം സ്വർണം കണ്ടെത്താൻ ടൺ കണക്കിന്, ഇപ്പൊ 1 ഗ്രാം സ്വർണം കണ്ടെത്തണമെങ്കിൽ സ്വർണം നമുക്ക് എടുക്കാൻ വേണ്ടി 10 ടണ്ണ് മണ്ണ് ഖനനം ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് നോക്കി നോക്കുക, ഒരു സ്ഥലത്ത് ഇത്തിരി സ്വർണം വെച്ചിട്ടുണ്ട്, ഒരു സ്ഥലത്ത് 3-4 ടണ്ണ് മണ്ണുണ്ട്. ഈ ഖനനം നടത്തുന്ന ആള് മണ്ണിലേക്കാണ് നോക്കുന്നത് എങ്കിൽ പിന്നെ ആ പണി നടക്കില്ല. കാരണം അത് കൂടുതലാണ്, അത് കണ്ടാൽ തന്നെ തളർന്നു വീഴും. നേരെ മറിച്ച് അയാൾ എവിടേക്കാ നോക്കുക? സ്വർണത്തിലേക്കാണ് നോക്കുക. അപ്പോൾ എത്രയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ പോകും. ഇതേപോലെയാണ് ഒരു വ്യക്തിനെ നമ്മൾ അളക്കേണ്ടത്. അയാൾ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ നോക്കി ഒരുപാടുണ്ടാവും, അത് സാരില്ല, പോട്ടെ. അയാൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നോക്കി നോക്കൂ, വളരെ കുറച്ചുണ്ടാവുള്ളൂ, എങ്കിലും അതിലേക്ക് മാത്രം നോക്കിക്കോളൂ. ബാക്കി അവൻ ദൈവം കൂടെ ആവും. തെറ്റ് പറ്റാത്തവരാരുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റും, വലിയ തെറ്റൊക്കെ നമുക്ക് പറ്റും. പൊറുക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത തെറ്റൊക്കെ ചില ആളുകൾ ചെയ്യും. ബട്ട് ഡോണ്ട് വറി,
തെറ്റ് ചെയ്യാത്ത ദൈവത്തിന്റെ ദൂതന്മാർ പോലും, അതായത് പ്രവാചകന്മാർ പോലും തെറ്റ് ചെയ്തു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ദേഷ്യമൊക്കെ വരും. പ്രവാചകന്മാര്, ദൈവദൂതന്മാര് ഇവരൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രവാചകന്മാർ തെറ്റ് ചെയ്തു. ഞാനൊന്ന് ഇന്ററാക്റ്റീവ് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, പ്രവാചകന്മാരൊക്കെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ? ആരെങ്കിലും ഒന്ന് പറയാം. ഷംല ഒന്ന് പറയാം, പ്രവാചകന്മാർ തെറ്റ് ചെയ്യും? കേട്ടില്ല. മനഃപൂർവ്വം ചെയ്യില്ല, അറിയാതെ വന്നുപോയിണ്ടാവും. ചെയ്തിട്ടുണ്ടോ? അറിയാതെ വന്നു പോവാം. അങ്ങനെ തെറ്റ് ചെയ്തതായിട്ട് അറിയോ? സഫിയ ഒന്ന് പറയും, പ്രവാചകന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് അറിയോ? ആദം നബിനോട് പഴം കഴിക്കേണ്ട പറഞ്ഞപ്പോ അവരത് കഴിച്ചില്ലേ? കറക്റ്റ് ആണ്. അതായത് തുടക്കം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി. ആദം നബിനോട് പിന്നെ അപ്പുറത്ത് പറയണ്ട. തിന്നരുത് വന്ന് തിന്നു. അപ്പൊ അതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, അതൊരു തെറ്റാണ്. ഒരു നബി ചെയ്ത് തെറ്റാണ് അത്. നമുക്ക് ആദം നബി മാത്രല്ല, എത്ര പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടോ അവരൊക്കെ നോക്കിയാ എന്തെങ്കിലും തെറ്റ് കാണാം. ഇപ്പൊ മൂസാ നബി ഒരാളെ കൊന്നു. വേറെ വന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ദ ലാസ്റ്റ് മെസ്സഞ്ചർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തുകൊണ്ട് തെറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിനങ്ങനെ സൃഷ്ടിച്ചതാണ്. അതിനങ്ങനെ സൃഷ്ടിച്ചതല്ല, സൃഷ്ടിച്ചതിന് ശേഷം നടത്തിയ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മദ്രസയിലൊക്കെ പോയൊരു അറിയുണ്ടാവും. അതെ, തെറ്റ് ചെയ്യാൻ സാധ്യത. അതെ, അത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുള്ളൂ. അത് കൊടുക്കാനുള്ള കാരണമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അല്ലാത്തവരൊക്കെ തെറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മൾ നബിമാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാ, തെറ്റ് ചെയ്യുന്ന നമ്മൾ ഒരാളെ കുറ്റം പറയാൻ പറ്റുമല്ലോ. മാക്സിമം നമുക്ക് നന്നാക്കാൻ വേണ്ടി പറയാൻ നല്ല എറ്റിക്കറ്റ്സ് കൊണ്ടുവരാം. എന്തോ ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരെ മാറ്റി നിർത്തണ്ട, അവരെ കോംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഞാൻ ചില പാരന്റ്സിനോട് ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തല്ലോടാ എന്ന് ചോദിച്ച് അടിക്കുന്നതിനേക്കാൾ നല്ലത്, നീ നല്ല കുട്ടിയാണല്ലോ, നിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റൊന്നും വരാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു അടി അടിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയല്ല, ഈ പിശാചാണെന്ന് പറഞ്ഞിട്ടോ കുറെ പേര് നമുക്ക് എന്തൊക്കെ തമ്മാരത്തരം പേര് വിളിക്കാൻ പറ്റും, അതൊക്കെ വിളിച്ച് നമ്മൾ അവരെ അടിക്കുമ്പോ അവിടെ തുടങ്ങും അവരുടെ പ്രശ്നങ്ങൾ. നേരെ മറിച്ച് അവനങ്ങോട്ട് വിളിച്ചിട്ട് നീ നല്ല കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തോളത്ത് കൈ വെച്ചിട്ട് നീ അങ്ങനെ ചെയ്യാറില്ലല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു, പിന്നെ ചെയ്യില്ല. അപ്പൊ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതൊരു എറ്റിക്കറ്റ്സ് ആണ്. കോംപ്ലിമെന്റ് കൊടുക്കുക എന്നുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പറഞ്ഞാൽ മതി. ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അവനെ പിടിച്ചിട്ട് അവൻ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് തലോടിയാൽ മതി, ശരിയായിക്കോളും. വെറുതെ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ നന്നാവുന്നില്ല. അടിച്ചിട്ടൊന്നും ഇപ്പൊ കുട്ടികൾ നന്നാവണില്ലല്ലോ. ദെൻ എൻകറേജിങ് അതേഴ്സ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്ക് കമ്മ്യൂണിക്കേഷനിൽ നമ്മളെ വായടപ്പിക്കുന്ന സ്വഭാവമാണ് പല ആളുകൾക്കുള്ളത്. അങ്ങനെ ചെയ്യരുത്. പറയാനുള്ളതൊക്കെ പറയട്ടെ, അത് നമ്മൾ കേൾക്കണം. പലർക്കും പലതും പറയാനുണ്ട്. ഇപ്പൊ കോളേജിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കോളേജ് ഏവിയേഷൻ കോളേജാണ്, എയർലൈൻസിന്റെ സ്റ്റുഡൻസ് ആണ്. ഇവരൊക്കെ അത്യാവശ്യം ക്യാഷുള്ള വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. ഇതൊന്നും ആരോടും പറയാനില്ല. വീട്ടിൽ നിന്നുള്ള കുറേ പ്രയാസങ്ങൾ പറയാനുണ്ട്. അത് വീട്ടിലത്തെ പാരൻസുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളാണ്. പല വീട്ടിലും പാരൻസ് അമ്മയും അച്ഛനെയും അമ്മയും ബാപ്പയും തമ്മിൽ മിണ്ടാട്ടല്ല, അങ്ങനെ പ്രശ്നങ്ങൾ. ഇതൊക്കെ ഇവരെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കോളേജിൽ നിന്ന് ഇടയ്ക്ക് ടൂർ ഉണ്ടാവില്ല, ഇതിനായിട്ടൊരു ടൂറുണ്ട്. സാധാ ടൂറുണ്ട്, IB ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് കൂടാതെ ഇവരുടെ മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂറുണ്ട്. അത് ദൂരൊക്കെ ഒന്നും കൊണ്ടുപോയില്ല, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി നന്നായി കുളിച്ചിരുന്നിട്ട് എല്ലാവരും ഒന്ന് വളഞ്ഞിരുന്നിട്ട്
സ്വന്തം ജീവിതത്തിനെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് സംസാരിക്കുന്നത്, അതിൽ അവർ കുറേ പേര് കരയും, എന്നിട്ട് പറയും അവരുടെ ഫാമിലിയിലെ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം അതൊക്കെ പറഞ്ഞ് കരയാറുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലവരെയും നമ്മൾ മനസ്സിലാക്കാണ്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് വളരെ ലോ ആണ്. നമ്മൾ ആരെയും എൻകറേജ് ചെയ്യുന്നില്ല, നമ്മൾ ആരെയും കോംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആവണം. ഇനി എപ്പോഴും എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യണം, സംസാരിക്കുന്നവരെ അഭിനന്ദിക്കണം, നല്ല കാര്യം ചെയ്ത് അഭിനന്ദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മളടുത്ത് തെറ്റ് പറ്റിയാൽ അത് ഏത് ചെറിയവനോടായാലും ശരി മാപ്പ് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. ദെൻ പ്രൊവൈഡിങ് ഗുഡ് ഫീഡ്ബാക്ക്, അറിയാലോ, നല്ല കാര്യങ്ങളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. ദെൻ മെയിൻറ്റെയിനിങ് പ്രോമിസസ്, വാക്ക് കൊടുത്താൽ വാക്ക് പാലിക്കുക. ഇത് കമ്മ്യൂണിക്കേഷനുമായി കണക്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ വ്യക്തി ജീവിതത്തിൽ ആവശ്യമുള്ള സാധനം തന്നെയാണ്. ബീങ് ട്രൂത്ത്ഫുൾ, കൈൻഡ് ആൻഡ് കോർട്ടീസ്, സത്യം മാത്രം പറയുക, ദയയോടുകൂടി സംസാരിക്കാൻ പറ്റുക, ആതിഥ്യ മര്യാദയോടുകൂടിയൊക്കെ സംസാരിക്കാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ്റെ എറ്റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് വെറും ഒരു പഠിക്കാനുള്ള ടോപ്പിക് എന്നതിൽ അപ്പുറത്ത് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഇത് അഡോപ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ നല്ലൊരു ഡിഗ്രി ഹോൾഡർ ഒക്കെ ആവുള്ളൂ. നമ്മൾ ലൈഫിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവണം, ഇതൊക്കെ കണ്ട് മാറണം. ഇങ്ങനെ നമ്മളൊന്ന് പോസിറ്റീവായി മാറിയാൽ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ മാറും, നമ്മുടെ ഫാമിലി മാറും, മൊത്തത്തിലൊരു ചേഞ്ചസ് ഉണ്ടാവും. സോ ട്രൈ ദിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഈ പോയിന്റ്സ് ശരിക്കും നോട്ട് ചെയ്തിട്ട് വലിയ എസ്സേ ആക്കി എടുക്കുക, നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ലാംഗ്വേജിൽ നന്നായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ എഴുതാൻ സാധിക്കും. അതുകൊണ്ട് നന്നായി പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സിൽ മറ്റൊന്ന് ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അത് വേറൊരു ടൈപ്പാണ്. ഇനി പറയാൻ പോകുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകും. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വായോട്ട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഐഡിയാസ് ത്രൂ സ്പോക്കൺ വേർഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, ഫോൺ കോൾ എക്സെട്ര. വായോട്ട് സംസാരിക്കലാണ്. അതുകൊണ്ട് ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ക്വിക്ക് ആൻഡ് അഡാപ്റ്റബിൾ ടു കോൺവെർസേഷൻ ഫ്ലോ. ഇതിന് കുറച്ച് ഫ്ലോ കൂടുതലാണ്, പെട്ടെന്ന് റെസ്പോൺസ് ഒക്കെ കിട്ടും. ബന്ധം ഉണ്ടാക്കാനും ഇത് നല്ലതാണ്. നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾക്ക് ഒരു ലെറ്റർ കൊടുക്കുന്ന പോലെ അല്ല നേരിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ്, ഇപ്പോൾ ഫുള്ള് നമ്മൾ മെസ്സേജിലാണല്ലോ വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ലതാണ് ഓറലായിട്ട് സംസാരിക്കുന്നത്, ബന്ധങ്ങൾ നിലനിർത്താൻ. എൻകറേജസ് ഇന്ററാക്ഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടും എന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിനെന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? യെസ്, ലെസ് പെർമനന്റ്. ഇത് പെർമനന്റ് അല്ല. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയി. അതുകൊണ്ട് ഇതിന് തെളിവൊന്നും ചിലപ്പോൾ കിട്ടൂല. then may lead to misunderstanding if not ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. ഇത്തരം സംസാരങ്ങളൊക്കെ ഇമോഷനെ ബാധിക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുള്ള ശബ്ദം വേറെ ആയിരിക്കും, ദേഷ്യം പിടിച്ചിട്ടുള്ള ടോൺ വേറെ ആയിരിക്കും, അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അപ്പോൾ അത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നോക്കൂ. ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് റിട്ടൺ ഫോർമാറ്റ്. നമ്മൾക്കുള്ള ആശയങ്ങൾ റിട്ടൺ ഫോർമാറ്റിൽ അയക്കുക, സച്ച് ആസ് ഇമെയിൽ, മറ്റുള്ള രീതിയിൽ റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ്, ടെക്സ്റ്റ്, ഇതൊക്കെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ക്ലിയറും ഓർഗനൈസ്ഡ് ആയിരിക്കും. ഒരു ലെറ്റർ കൊടുത്താൽ അത് അവിടെ ഉണ്ടാവും എന്നും. എഫക്റ്റീവ് ഫോർ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ, പോളിസീസ് ആൻഡ് ഫോർമൽ റെക്കോർഡ്സ്. ചില പോളിസികളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ആണെങ്കിൽ പറയുന്നതിനേക്കാൾ നല്ലതാണ് ഇതൊന്ന് എഴുതി കൊടുക്കുന്നത്. റെഡ്യൂസ് ദി ചാൻസ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെൽ റിട്ടൺ. നന്നായി എഴുതിയാൽ അതിന് പിന്നെ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ഡിസഡ്വാൻറ്റേജോ, ഫീഡ്ബാക്ക് കിട്ടാൻ നേരം വൈകും, ഇന്റർപ്രിട്ടേഷൻ പോസിബിൾ ആണ്. ഇതിൽ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. ദെൻ ഇറ്റ് മേ ബി ടൈം കൺസ്യൂമിങ്. ഇത് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റിൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. നിങ്ങൾ നോട്ട്സ് നന്നായിട്ട് വായിച്ചു നോക്കുക. കാണാപ്പാടം പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ.